കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 59. രചന ശാലിനി ഇ. അച്ഛന് തെറ്റിപ്പോയി. അച്ഛൻ്റെയും അമ്മയുടെയും എന്തിന് അമ്മാമ്മയുടെയും കണ്ണിൽ അമ്മാമ്മ തന്നെയാണ് കുറ്റക്കാരൻ. എന്നാൽ യഥാർത്ഥ കുറ്റക്കാരൻ അമ്മാമ്മ അല്ലെന്ന് അച്ഛൻ ഓർത്തോ? അമ്മാമ്മയുടെ ഒപ്പം നിൽക്കേണ്ടിയിരുന്ന ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു അച്ഛൻ. അന്ന് ആ മനുഷ്യനെ തനിച്ചാക്കാതെ ഒപ്പം നിന്നിരുന്നെങ്കിൽ, സത്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഈ നഷ്ടങ്ങൾ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതിപ്പോൾ നിഴൽ യുദ്ധം ചെയ്തതുപോലെയായി. ബദ്രി അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. സത്യപ്രതാപന് അവൻ പറഞ്ഞത് ഒന്നും മനസ്സിലായില്ല. രേണുകയുടെയും ചിലങ്കയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. ഗോവർദ്ധനത്ത് അന്ന് ആരും ഭക്ഷണം കഴിച്ചില്ല എന്നതായിരുന്നു ശരി. ചിലങ്കയെ വിളിച്ചപ്പോൾ അവൾ കഴിക്കാൻ വന്നില്ല. സത്യപ്രതാപനും രേണുകയും ചിലങ്കയും എന്തൊക്കെ കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റു. ചിലങ്ക റൂമിൽ ചെല്ലുമ്പോൾ തുറന്നിട്ട ജനലരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് നദി. ചിലങ്ക അവളുടെ അടുത്തേക്ക് ചെന്നു. പോട്ടെ മോളെ, നിന്നെ കാണാതെ എല്ലാവർക്കും സങ്കടമായി, അതാണ്. അമ്മാമ്മയുടെ കൂടെ പോയി എന്ന് രാമേട്ടൻ പറഞ്ഞ് അറിയുന്നത് 10 മണിക്ക് ശേഷം. അമ്മാമ്മയുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അത് സ്വിച്ച് ഓഫും. നിനക്കെന്തെങ്കിലും അപകടം പറ്റിയെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ടെൻഷൻ കൊണ്ടാ കാർത്തിയേട്ടനും അങ്ങനെയെല്ലാം പറഞ്ഞത്. നിന്നോട് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നദി? എനിക്ക് മനസ്സിലാകും ചില്ലിച്ചേച്ചി. എങ്കിലും ഒരു സങ്കടം. ഞാൻ കുറച്ചു നേരം ഇവിടെ തനിച്ച് നിന്നോട്ടെ, ചേച്ചി കിടന്നോളൂ. അവളെ തനിച്ചു വിടുന്നത് തന്നെയാണ് നല്ലത് എന്ന് ചിലങ്കയ്ക്കും തോന്നി. അന്ന് എന്തുകൊണ്ടോ ഫോണിൽ നോക്കാൻ ചിലങ്കയ്ക്കും തോന്നിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് ചാഞ്ഞു. എത്ര നേരം അങ്ങനെ നിന്നു എന്ന് നദിക്കറിയില്ല. അവൾ സമയം നോക്കിയതുമില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. രേണുകാന്റി ആയിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. ഘനമുള്ള ഒരു കൈത്തലം തോളിൽ പതിഞ്ഞപ്പോഴാണ് അത് ആൻറ്റിയുടെ കൈകളല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞത്. പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ ബദ്രിയാണ്. അവനെ കണ്ടതും അവളുടെ സങ്കടം കൂടി. അവളുടെ കരഞ്ഞു വീർത്ത കൺപോളകളിലും കണ്ണിനീർ ഉണങ്ങി പിടിച്ച കൺപീലികളിലും തുടച്ച് തുടച്ച് ചുവപ്പാർന്ന മൂക്കിൻതുമ്പിലും വിറകൊള്ളുന്ന അല്പം വിടർന്ന ചെഞ്ചുടീനങ്ങളിലും ബദ്രിയുടെ മിഴികൾ അലസമായി പാഞ്ഞു നടന്നു. സങ്കടഭാവത്തിൽ ഈ പെണ്ണിനെ കാണാൻ എന്ത് ഭംഗിയാണ് ഈശ്വര. അങ്ങനെ ചിന്തിച്ചും കൊണ്ടവൻ ആശ്വാസരൂപേണ അവളുടെ തോളിലൊന്ന് തട്ടിയതും ഒരു കരച്ചിലോടെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് സംഭവിച്ചതായതുകൊണ്ട് ഒരു വൈദ്യുതി പ്രവാഹം തന്നെ അവൻ്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ആശ്വസിപ്പിക്കാനായി തോളിൽ തട്ടുന്നുണ്ടെങ്കിലും അവളുടെ കരച്ചിൽ ഉയർന്നു തന്നെ ഇരുന്നു. ചിലങ്ക കരച്ചിൽ കേട്ട് ഉണർന്നാലോ എന്ന് കരുതിയതിനാലാകാം അവൻ നദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നത്. ആ സമയം ആരുടെയെങ്കിലും ഒരു ചുമൽ ആവശ്യമായിരുന്നു നദിക്ക്. വാതിലിന് പുറത്ത് ഹാളിലെ സോഫയിൽ ബദ്രി അവളെയും ചേർത്ത് പിടിച്ചും കൊണ്ടിരുന്നു. ഇരു കൈകൾ കൊണ്ടും അവനെ ചുറ്റിപ്പിടിച്ച് മുഖം നെഞ്ചിലേക്ക് ചേർത്തും കൊണ്ട് തന്നെയാണ് നദി ഇരിക്കുന്നത്. നദിക്ക് വേദനയുള്ള നിമിഷമായിരുന്നു. അതെങ്കിലും ബദ്രിയെ സംബന്ധിച്ച് അതൊരു ആനന്ദദായകമായിരുന്നു. കുറച്ചുനേരം അവളെ കരയാനായി വിട്ടുകൊണ്ട് അവൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. നദിയുടെ കരച്ചിലിൻ്റെ ചീളുകളും ബദ്രിയുടെ നിശ്വാസവും അവിടെ പ്രതിധ്വനിച്ചു കേട്ടു. ഇത്രയും നേരം ഞാൻ നിന്നെ കരയാൻ അനുവദിച്ചത് നിൻ്റെ വേദന കണ്ണുനീരായി ഒഴുകിപ്പോയിക്കോട്ടെ എന്ന് കരുതിയാണ്. ഇനി കരഞ്ഞത് മതി. കുറ്റം ചെയ്താലുള്ള ശിക്ഷ അടിയും ചീത്തയും വാക്കുമാണെന്ന് നിനക്കറിയാവുന്ന നദി. നീ കുറ്റം ചെയ്തുകൊണ്ടല്ല കാർത്തി അത്രയും പറഞ്ഞത്. അവൻ നിന്നെ ഒരു സഹോദരിയായി കാണുന്നത് കൊണ്ടല്ലേ നിന്നെ കാണാൻ ഇല്ലെന്നറിഞ്ഞപ്പോൾ സങ്കടവും ദേഷ്യവും നിയന്ത്രിക്കാൻ കഴിയാതെ പോയത്. അതിൻ്റെ പേരിൽ നീ അവനോട് മിണ്ടാതിരിക്കുകയോ അവൻ്റെ അടുത്തേക്ക് പോകാതിരിക്കുകയോ ചെയ്യരുത്. കാർത്തിയോട് ഇനി അവൻ മിണ്ടാതിരിക്കുമോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ കടന്നതുകൊണ്ടാകാം അവൻ നദിയോട് അത്രയും പറഞ്ഞത്. സാറിന് അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ? പെട്ടെന്നുള്ള നദിയുടെ ചോദ്യത്തിൽ അവൻ ഹൃദയത്തിൽ സൂചി കൊണ്ട് കിട്ടിയതുപോലെ പിടഞ്ഞു. എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ഇഷ്ടം എത്രമാത്രമുണ്ടെന്ന് നിനക്കിപ്പോൾ അറിയില്ല പെണ്ണെ. ബദ്രിയുടെ മനസ്സ് ആ നിമിഷം മന്ത്രിച്ചത് അങ്ങനെയായിരുന്നോ? അതെന്താ നദിക്കുട്ടി അങ്ങനെ ചോദിച്ചത്? കാർത്തിയേട്ടന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് വഴക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞു. സാറെന്താ എന്നോട് വഴക്ക് പറയാതിരുന്നത്? ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ? ബദ്രിയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി നദി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ചോദിച്ചത്. അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ കണ്ണുകളിലെ ഈ പ്രകാശം കണ്ടിട്ട് സ്നേഹശൂന്യൻ ആണെന്ന് തോന്നിയോ നിനക്ക്? എനിക്ക് നിന്നെ വഴക്ക് പറയാൻ തോന്നിയില്ല നദി. വഴക്ക് പറഞ്ഞാൽ നിൻ്റെ ഹൃദയം നോവില്ലേ? നിൻ്റെ ഹൃദയം നോവുമ്പോൾ ആ വേദന എൻ്റെ ഹൃദയത്തിലേക്കും പടരും. അതിൻ്റെ വേരുകൾ എൻ്റെ ഹൃദയധമനികൾ ആയിന്നിറങ്ങും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ബദ്രിക്ക് അവൻ എന്താണ് പറയുന്നതെന്ന് സ്വയം ഓർമ്മയില്ലാതെ അവസ്ഥയിലായി. അവൻ പറഞ്ഞതിലെ അർത്ഥങ്ങൾ മനസ്സിലാകാതെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നു.
അപ്പോഴും അവൻ്റെ കൈ അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ കൈകൾ അവനെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. അവനെ തന്നെ നോക്കുന്ന ആ മിഴികളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവൻ്റെ മുഖം അവളിലേക്ക് താഴ്ന്നു വന്നു. അവൻ്റെ ചുണ്ടുകൾ പതിയെ അവളുടെ നെറ്റിത്തടത്തിൽ അമർന്നു. ഒപ്പം ഒരു മൃദു മന്ത്രണവും ഐ ലവ് യു. നദിയിൽ ഒരു പിടച്ചിലുണ്ടായി. രണ്ട് കൈത്തലങ്ങളും ശക്തിയെടുത്തും കൊണ്ട് അവൾ അവനെ തള്ളി നീക്കി. പിന്നെ തിരിഞ്ഞു നോക്കാതെ റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. വാതിലടച്ച് ലോക്കിട്ടതിന് ശേഷം അവൾ ആ വാതിലിലേക്ക് ചാരി നിന്നുകൊണ്ട് കിതച്ചു. ആ ശബ്ദത്തെ മാത്രം പ്രണയിച്ച ബാല്യം തനിക്കുണ്ടായിരുന്നില്ലേ? ബദ്രിനാഥ് ആദ്യമായി പാടിയ വരികൾ തന്നെ കുറിച്ചാണെന്നോർത്ത് ആ വരികളിൽ മാത്രം ലയിച്ച് മനോരാജ്യത്തിൽ മുഴുകി ആ ശബ്ദം ഹൃദയത്തിൽ ആവായിച്ച് എൻ്റെ മാനസവീണയുടെ തന്ത്രികളിൽ കൂട്ടിക്കെട്ടിയില്ലേ താനെന്ന്. ആദ്യമായി ആ ശബ്ദത്തിനുടമയെ പത്രത്താളിൽ കണ്ട നേരം മനസ്സ് കിടന്ന് പിടച്ചതെന്തിനായിരുന്നു? കോളേജിൽ വരുന്നുണ്ടെന്നറിഞ്ഞ നേരം മുതൽ എത്ര കൊതിയോടെയാണ് ആ ദിവസത്തിനായി കാത്തിരുന്നത്. ആ മുന്നിൽ നിന്നും പാടിയ വരികൾ എല്ലാം ഒരാളെ കുറിച്ചായിരുന്നില്ലേ? ഇപ്പോൾ ആ നാവിൽ നിന്ന് തന്നെ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സ് ഉൾക്കൊള്ളാതിരുന്നതെന്തേ? വേണ്ട, എന്നെ ആരും ഇഷ്ടപ്പെടണ്ട, എന്നെ ആരും സ്നേഹിക്കേണ്ട, ആർക്കും ഭാരമാവാതെ ജീവിക്കാൻ എനിക്കറിയാം. അമ്മ പറഞ്ഞതുപോലെ പ്രണയം സങ്കടമാണ്, അത് ജീവിതത്തിൽ ദുഃഖം മാത്രമേ തരൂ. ഇനിയും ദുഃഖങ്ങൾ പേറി ജീവിക്കാൻ എനിക്ക് വയ്യ. അല്ലെങ്കിൽ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പ്രണയിക്കുന്നു എന്ന് മാത്രമാണോ അർത്ഥം? ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയിൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ നിൻ്റെ കൂടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണെങ്കിലും അങ്ങനെ ആവാനാണ് സാധ്യത. അവൾ നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചും കൊണ്ട് ബെഡിൽ ചെന്നിരുന്നു. ചിലങ്ക നല്ല ഉറക്കമാണ്. നദി കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. താളാത്മകമായ ശ്വാസോച്ഛ്വാസം അത് കാണേ നേരിയൊരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. കിടക്കാനായി അവൾ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞു. അപ്പോഴാണ് കാർത്തിയുടെ റൂമിൽ നിന്നും കിട്ടിയത് തുറന്നു നോക്കിയില്ലല്ലോ എന്ന് അവൾ ചിന്തിച്ചത്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവൾ ബാഗ് എടുത്ത് വെച്ച് തുറന്നു. പിറ്റേന്ന് പുലർച്ചെ 5 മണിക്ക് ബദ്രി റെഡിയായി നദിയെ കാത്തിരുന്നു. എന്നാൽ പതിവ് സമയമായിട്ടും വാതിൽ തുറന്നവൾ പുറത്തേക്ക് വന്നില്ല. ഇന്നലെ ഉറങ്ങാൻ നേരം വൈകിയത് കൊണ്ടായിരിക്കുമെന്ന് കരുതി ബദ്രി കുറച്ചുനേരം കൂടി കാത്തുനിന്നു. 5, 5:30, 5:45, 6 നദി വന്നില്ല. ബദ്രി നദിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഒന്നല്ല പലവട്ടം. ഒരു പ്രതികരണവുമില്ല. അവൻ ചിലങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ച് ബെല്ലടിച്ചപ്പോൾ അവൾ ഫോൺ എടുത്തു. എന്താ ഏട്ടാ? നദി എവിടെ? അവൾ ക്ലാസ്സിന് പോയില്ലേ? ഇല്ല, ഞാൻ കുറേ നേരമായി അവളെ കാത്തു നിൽക്കുന്നു. എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഒന്ന് വിളിക്ക്. ചിലങ്കയുടെ മിഴികൾ കിടക്കയിലാകെ ഓടി. ഇല്ലേട്ടാ, ഇവിടെ ഇല്ല. അവൾ എഴുന്നേറ്റിട്ടുണ്ട്. 5 മണി മുതൽ ഞാൻ ഈ ഹോളിൽ ഇരിക്കുന്നുണ്ട് ചില്ലു. അവൾ പുറത്തേക്ക് വന്നിട്ടില്ല. പിന്നെ എവിടെ പോയി? ചിലങ്കയുടെ മിഴികൾ മുറിയിൽ ആകെ ഒന്ന് ഓടി നടന്നു. ജനലോരം നിൽക്കുന്ന നദിയെ അവളുടെ മിഴികൾ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു. നദി ഇവിടെയുണ്ട്. ഇന്നലെ ഞാൻ കിടക്കുമ്പോൾ നിൽക്കുന്നതാ ജനലരികിൽ. ഇപ്പോഴും അതേ നിൽപ്പ് നിൽക്കുക. നീ വാതിൽ തുറക്ക്. ചിലങ്ക വേഗം വാതിൽ തുറന്നു. മുറിയിലേക്ക് കടന്ന ബദ്രി ജനലരിയിൽ നിൽക്കുന്ന നദിയെ അരികിലേക്ക് ചെന്നു. ചിലങ്ക നദിയെ ഒന്ന് നോക്കിയതിന് ശേഷം വാഷ്റൂമിലേക്ക് കയറി. നദി, നീ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? പോയി കുളിച്ചിട്ട് വാ. നിന്നെ അമ്മാമ്മയുടെ അടുത്താക്കിയിട്ട് വേണം എനിക്ക് ഒരിടം വരെ പോകാൻ. കോളേജിൽ പോകുമ്പോഴേക്കും ഞാനെത്താം. നദിക്ക് പ്രതികരണമില്ല. ബദ്രി നദിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ മനസ്സ് ഇവിടെയെങ്ങുമല്ലെന്ന് അവന് മനസ്സിലായി. താൻ ഇതുവരെ പറഞ്ഞതൊന്നും അവൾ കേട്ടിട്ടില്ലെന്നും. നദി, അവൻ അവളെ തട്ടി വിളിച്ചു. പെട്ടെന്നൊരു ഞെട്ടലോടെ അവൾ മുഖം തിരിച്ചു ബദ്രിയെ നോക്കി. തൊട്ടടുത്ത് ബദ്രിയെ കണ്ടതും അവളുടെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും അഗ്നി പറക്കുന്നുണ്ട് എന്ന് തോന്നി ബദ്രിക്ക്. ഇന്നലെ താൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ആണോ ഇവൾ ഇങ്ങനെ നോക്കുന്നത് എന്ന് ശങ്കയുണ്ടായി അവന്. നീ എന്താ ഇങ്ങനെ നോക്കുന്നത് നദി? ഇന്ന് ക്ലാസ്സിന് വരുന്നില്ലേ എന്ന് തീരുമാനിച്ചോ? ഏത് ക്ലാസ്? ഏത് ക്ലാസ്സെന്നോ? ഇന്നലെ വരെ നീ പോയിരുന്ന ക്ലാസ് ഏതാണ്? ആ ക്ലാസ്സിലേക്ക് തന്നെ. ഇങ്ങനെയൊരു ഭാവവും ഇങ്ങനെയൊരു സ്വരവും അവൻ നദിയിൽ ആദ്യമായി കാണുകയാണ്. ആ പഠനം ഇന്നലെ കൊണ്ട് അവസാനിച്ചു. പരീക്ഷയും കഴിഞ്ഞു, റിസൾട്ടും വന്നു. ക്ലാസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോഴും അവളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം ഗൗരവത്തിൻ്റേതാണ്. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണോ നിനക്ക് ഇങ്ങനെയൊരു മാറ്റം? ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സാണ്. നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി.
അതിന് മറുപടി പറയാതെ അവൾ വീണ്ടും അവനെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കി. എന്നെ ആരും കാത്തു നിൽക്കണ്ട, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. അവസാന വാക്ക് എന്ന പോലെ അത്രയും പറഞ്ഞവൾ വീണ്ടും ജാലകത്തിനപ്പുറത്തേക്ക് മിഴികൾ തിരിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അവളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി ബദ്രി തിരഞ്ഞു നടന്നു. ആ സമയത്താണ് ചിലങ്ക വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. എന്തേ, നദി വരുന്നില്ലേ ഏട്ടാ? ചിലങ്കയുടെ ചോദ്യത്തിന് അവൾക്ക് നേരെ തിരിഞ്ഞു നിന്ന് ബദ്രി. അവൾക്ക് വയ്യ, നീ അവളെ ശല്യപ്പെടുത്തേണ്ട. അതും പറഞ്ഞ് തിരികെ പോകുന്നവനെ ഒന്ന് നോക്കി ചിലങ്ക നദിയിലേക്ക് തിരിഞ്ഞു. അവിടെ യാതൊരു പ്രതികരണവുമില്ല. അവളും മുറിവിട്ട് താഴേക്ക് പോയി. ഒരു ദിവസം പൂർണ്ണമായും ചിന്തിച്ചതിന് ശേഷമാണ് ശരത് ചന്ദ്രൻ മേഘാ ഗ്രൂപ്പ് MD പത്മനാഭക്കുറുപ്പിൻ്റെ മുൻപിൽ റിസൈൻ ലെറ്റർ വെച്ചത്. എന്താ ഇങ്ങനെയൊരു നീക്കമെന്ന അർത്ഥത്തിൽ അയാൾ ശരത് ചന്ദ്രനെ നോക്കി. വേറെ ഒന്നുമല്ല, കുറച്ചുനാൾ വിട്ടു നിൽക്കണമെന്ന് തോന്നി. അതും പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നു. പത്മനാഭക്കുറുപ്പ് പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ദത്തിനെ വിളിച്ചു വിവരം പറഞ്ഞു. അത് കേട്ടതും ദത്ത് ഇടിവെട്ടേറ്റതുപോലെ ഇരുന്നുപോയി. കാർത്തിക് മഹാദേവൻ കളി തുടങ്ങിക്കഴിഞ്ഞു എന്ന് അവന് മനസ്സിലായി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.